ഹലോ ഗൈസ്, നമ്മളൊന്ന് പള്ളിക്കര ബീച്ച് വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നലെ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്, പക്ഷേ വീഡിയോ എടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി. അപ്പോൾ പിന്നെ ഇന്നത്തേക്ക് മാറ്റി വെച്ചതാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തിയപ്പോഴേക്കും കറക്റ്റ് ഇതേ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു സംഭവമൊക്കെ ഒത്തിരി ആയില്ല എന്ന് തോന്നുന്നു തുടങ്ങിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ഇതൊന്നും കണ്ടില്ല കേട്ടോ. ഈ പല വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പാമ്പിനെ ഇങ്ങനെ കയ്യിലും കഴുത്തേലൊക്കെ ഇടുന്നത്. അപ്പോൾ കുറേ സമയം അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് മറ്റുള്ള ആൾക്കാരൊക്കെ ഇടുന്നത് നോക്കിയിട്ട് എന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്തതാണ്. ഉപ്പാനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പേടി കൊണ്ടാണെന്ന് തോന്നുന്നു. ഉപ്പ അതിന് പേടിയൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ അതേ കുട്ടികൾ കളിക്കാനുള്ള പാർക്കിൽ പോയി. അപ്പോൾ അഫീം അതുപോലെ തന്നെ ഫാത്തിമയൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. നിധിക്കുട്ടിക്ക് പറ്റിയ ഊഞ്ഞാലായിരുന്നു. അപ്പോൾ അവളെ കുറച്ച് നേരം അതിൽ കയറ്റിയിരുത്തി ആട്ടി കേട്ടോ. പിന്നെ അതേ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കോളിഫ്ലവർ ആ ഒരു ഫ്രൈ ഉണ്ടല്ലോ അത് കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ വന്ന സമയത്ത് ഇവർ ഇത് റെഡിയാക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ മൂന്നുപേരും അതിൻ്റെ അകത്ത് കയറി കളിച്ചു. നിധിക്കുട്ടി അതിൻ്റെ മേളിലേക്ക് കയറാൻ നോക്കുന്നുണ്ട്, ഇക്കക്കായും ഇത്തത്തായും കയറുന്ന കണ്ടിട്ട്. പക്ഷേ നടന്നില്ല കേട്ടോ. പിന്നെ ഈ സംഭവം അന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറേ സമയം നോക്കിയിരുന്നു കേട്ടോ. പക്ഷേ കയറാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊക്കത്തിൽ പോയിട്ടാണ് അവർ അത് വിടുന്നത്. അന്ന് വണ്ടർലേ പോയിട്ട് ഇതിലൊക്കെ കയറിയിട്ട് മതിയായതാണ്. പിന്നെ ഒട്ടകം ഉണ്ടായിരുന്നു അവിടെ. അപ്പം അഫിയും അതുപോലെ തന്നെ ഉപ്പായും കൂട്ടിയിട്ട് അതിൽ കയറി അവരിങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയി കൊണ്ടുപോയി തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. പിന്നെ അസ്തമയമൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണാൻ വേണ്ടി. പിന്നെ കുട്ടികൾ രണ്ടുപേരും അവിടെ ബീച്ചിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവർക്ക് നമ്മൾ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കായും പോയിട്ട് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഇതേ കുട്ടികളെ കൊണ്ടിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ. നിധിക്കുട്ടിക്ക് അവരുടെ ഒപ്പം പോകണമെന്നുണ്ട്, പക്ഷേ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ അവിടെ ഇരുന്നിട്ട് മണൽ വാരലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അഫിയൊക്കെ കളിക്കുന്നത് ഞാൻ അധികം കാണിച്ചു കൊടുത്തില്ല, കാരണം ഈ വെള്ളത്തിൽ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്കും ഇറങ്ങണം എന്നാവും. ആകെ കരച്ചിലും ബഹളമൊക്കെ അതുകൊണ്ട് അവൾ ആ മണലിൽ തന്നെ ഇരുന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇരുത്തി. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോകാനായപ്പോഴേക്കും ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു നിധിക്കുട്ടിയുടെ ആ ഒരു ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമ്മളിവിടെ വരുന്നത്. ഇത്രയും നാളിന് ശേഷം പിന്നെ ഇപ്പോഴാട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് പോകാൻ നേരത്ത് മന്തിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ അടിപൊളി ദിവസമായിരുന്നു. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.